നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരുന്ന ഏറ്റവും വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PM കിസാൻ 23ാം ഗഡു 2000 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുമോ? ആർക്കൊക്കെയാണ് ഈ ഗഡുവിന് അർഹം? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പണം ലഭിക്കാതെ പോകാം? എല്ലാം വിശദമായി നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം പറയാം. നിങ്ങൾ PM കിസാൻ ഗുണഭോക്താവാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാന ഭാഗത്ത് പറയുന്ന ചില വിവരങ്ങൾ നിങ്ങളുടെ 2000 രൂപ ലഭിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോലും കാരണമായേക്കും. രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതി. ഈ പദ്ധതിയിലൂടെ വർഷത്തിൽ 6000 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 3 ഗഡുക്കളായി 2000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് 23ാം ഗഡുവിനാണ്. ആ ഗഡു ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയുമാണ്. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെ ഫൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ നിന്ന് 23ാം ഗഡു വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചു. ആ രാജ്യത്തെ 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് DBT സംവിധാനത്തിലൂടെ കൈമാറുന്നത്. ഇത് വളരെ വലിയൊരു സാമ്പത്തിക സഹായമാണ്. ഓരോ അർഹരായ ഗുണഭോക്താവിനും 2000 രൂപ വീതം ലഭിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. എല്ലാവർക്കും 2000 രൂപ ലഭിക്കുമോ എന്നതാണ്. അതിന് ഉത്തരം ഇല്ല എന്നത് തന്നെയാണ്. കാരണം ചില നിർബന്ധ നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് പണം ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായി പരിശോധിക്കേണ്ടത് EKYC ആണ്. നിങ്ങളുടെ EKYC പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോഴും നിരവധി ഗുണഭോക്താക്കൾ EKYC പൂർത്തിയാക്കാതെ തുടരുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഓൺലൈനായി OTP ഉപയോഗിച്ചോ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങൾ വഴിയോ EKYC പൂർത്തിയാക്കാം. രണ്ടാമത്തെ പ്രധാന കാര്യം ആധാർ സീഡിംഗ് ആണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ DBT പേയ്മെന്റ് പരാജയപ്പെടാം. പലരും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ ആധാർ മാപ്പിംഗ് പൂർത്തിയായിട്ടില്ല. ഇത്തരത്തിൽ പേയ്മെന്റ് തടസ്സപ്പെടാറുണ്ട്. മൂന്നാമത്തെ പ്രധാന കാര്യം ലാൻഡ് സീഡിംഗ് ആണ്. ഭൂമി രേഖകൾ PM കിസാൻ പ്രൊഫൈലുമായി ശരിയായി ബന്ധിപ്പിച്ചിരിക്കണം. ഭൂമി രേഖകളിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്നത്. ഇതിനെ PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അവിടെ ഫാർമേഴ്സ് കോർണർ എന്ന വിഭാഗത്തിലേക്ക് പോവുക. തുടർന്ന് നോ യുവർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ആവശ്യമായ വിവരങ്ങൾ പരിശോധിച്ച് സ്റ്റാറ്റസ് അറിയാം. നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പലരുടെയും അക്കൗണ്ടിൽ പണം എത്താത്തതിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. ഒന്നാമതായി EKYC ചെയ്യാത്തത്, ആധാർ സീഡിംഗ് പൂർത്തിയാക്കാത്തത്, തെറ്റായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയത്, IFSC കോഡിലെ പിഴവ്, ഭൂമി രേഖയിലെ പ്രശ്നങ്ങൾ, ആധാർ കാർഡിലെ പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും തമ്മിലുള്ള വ്യത്യാസം. ഈ കാരണങ്ങൾ കാരണം നിരവധി ഗുണഭോക്താക്കളുടെ പേയ്മെന്റ് തടസ്സപ്പെടാറുണ്ട്. അതിനാൽ എല്ലാവരും സ്വന്തം വിവരങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. 2000 രൂപ ലഭിക്കാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, OTP നൽകുക, ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കരുത്. അനാവശ്യ ലിങ്കുകളിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്നും നൽകരുത്. PM കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ സർക്കാർ പോർട്ടലിലൂടെ മാത്രം പരിശോധിക്കുക. OTP, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ATM പിൻ എന്നിവ ആരുമായും പങ്കുവെക്കരുത്. അതെല്ലാം സുരക്ഷിതമായി വെക്കുക. അതെല്ലാം അവരവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കേരളത്തിലെ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക. ആവശ്യമെങ്കിൽ അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ CSC കേന്ദ്രത്തിന്റെ സഹായം തേടുക. പലപ്പോഴും ചെറിയ പിഴവുകൾ കാരണം മാത്രമാണ് ഗഡു തടസ്സപ്പെടുന്നത്. അതുകൊണ്ട് അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കുക. ശേഷം EKYC നില പരിശോധിക്കുക. തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെടുക. PM കിസാൻ പദ്ധതി രാജ്യത്തെ കർഷകർക്ക് വലിയ സഹായമാണ്. വളം വാങ്ങാനും വിത്ത് വാങ്ങാനും കൃഷി ചെലവുകൾ നേരിടാനും ഈ തുക സഹായകരമാണ്. അതുകൊണ്ട് ഓരോ ഗുണഭോക്താവും സ്വന്തം വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കണം. നിങ്ങൾക്ക് PM കിസാൻ 23ാം ഗഡു ലഭിച്ചാൽ കമന്റിൽ ലഭിച്ചു എന്ന് രേഖപ്പെടുത്തുക. ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ പേര് കമന്റിൽ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഗഡു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഗഡുവും ചേർന്ന് വരുന്നതായിരിക്കും. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻപ് 2 ഗഡുക്കൾ, അതായത് മുൻപത്തെ ഗഡുക്കൾ ലഭിക്കാതെ ആയതുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് ലഭിച്ചവരും ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു പ്രധാന അപ്ഡേറ്റുമായി കാണാം. നന്ദി, നമസ്കാരം.